ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന രുചികരമായിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടിയുടേതാണ്. അപ്പം വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. പച്ചടി തയ്യാറാക്കാൻ വേണ്ടി 400 ഗ്രാം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യുമ്പം ഗ്രേറ്ററിലെ ഏറ്റവും ചെറിയ ഭാഗത്ത് വെച്ച് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സാക്കി സ്റ്റൗവിലോട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് വേവായി വരുന്ന സമയം ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 4-5 ചുവന്നുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് കടുകും എടുത്തിട്ടുണ്ട്. കടുക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ അളവ് കുറച്ചെടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ തൈരും ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ബീട്രൂട്ട് വേവായി ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയപ്പം ബീട്രൂട്ട് പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തുടരെ ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. ഇപ്പോൾ ഇവിടെ പച്ചടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കറിവേപ്പിലയും കൂടെ തന്നെ കുറച്ച് ഉണക്കമുളകും കൂടിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.